ഈയിടെയായിട്ട് രാവിലെ എഴുന്നേറ്റാൽ എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അടുത്ത ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത് അത്രയും ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫാണ്. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്ന് വീഡിയോ കണ്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒരു ഓവർനൈറ്റ് മാംഗോ ഓട്ട് സ്മൂത്തി ബൗളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് മാംഗോ ആണ്. ഏത് മാംഗോ ആണെങ്കിലും എടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, അതിൻ്റെ ഭംഗി നിങ്ങൾ നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മാംഗോ. അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വലിയൊരു മാംഗോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ എല്ലാം ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുവേ. ഇത് നമുക്ക് ടോപ്പിങ്സിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാംഗോ ഞാൻ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോ എല്ലാം ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഓർഗാനിക് റോൾഡ് ഓട്സ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഏത് ഓട്സും ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ മേടിക്കാറുള്ളത് ഈ ഒരു ഓർഗാനിക് റോൾഡ് ഓട്സ് ആണ്. അതാണ് ഞാൻ അതെടുത്തത്. എന്നിട്ട് നമുക്ക് ഒരു ജ്യൂസ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ടോപ്പിങ്സിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് റോൾഡ് ഓട്സ് അതിലോട്ട് കുറച്ച് തട്ടി കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡിന്നറായിട്ടും ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാവേ. പിന്നെ ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഷുഗറിന് പകരം ഹണി, ഹെൽത്തി ആവണമെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആവാൻ വേണ്ടി ഹണിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എനിക്കിവിടെ ഹണി ഇല്ല, അതുപോലെ എനിക്ക് ഷുഗർ വേണം, മധുരം വേണം. അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ പഞ്ചസാരയൊക്കെ തീർന്ന് ഇന്നിനി വേണം പോയി മേടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പഞ്ചസാരയാണ് ഞാൻ അതിലോട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓട്സ് തട്ടിയതിന് ശേഷം ഓട്ട് മിൽക്ക് ആഡ് ചെയ്യാവേ. ഇത് ഞാൻ ഇവിടെ ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഓട്ട് മിൽക്ക് മേടിക്കണം, ഓട്ട് മിൽക്ക് ട്രൈ ചെയ്യണമെന്ന്. ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കൊക്കെ ഓട്ട് മിൽക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഇതിൽ നമുക്ക് കോഫിയൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഓട്ട് മിൽക്ക് ബെസ്റ്റ് സാധനമാണ്. എന്നിട്ട് ഇതിലേക്കൊരു കുഞ്ഞു പഴം ഞാൻ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. തല തിരിഞ്ഞു പോയി, ഈ ബദാം ആൽമണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ. എന്നിട്ട് കുറച്ച് 4-5 ആൽമണ്ടും കൂടെ അതിലോട്ട് തട്ടി കൊടുക്കുകയാണ്. സിമ്പിൾ പരിപാടിയാണ്. നമുക്കിത് രാത്രി അല്ലെങ്കിൽ ഈവനിങ് അങ്ങ് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ അതെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാൽ മാത്രം മതി. പിന്നെ തണുപ്പോടെ എടുത്ത് കഴിക്കേണ്ട, തണുപ്പ് പോയതിന് ശേഷം കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇന്ന് ഞാനിതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എനിക്കും എടുക്കാം, പിന്നെ റീക്കാക്ക് ഓഫീസിൽ എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞാണ് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. മറ്റേത് രാവിലെ എഴുന്നേറ്റ് ദോശ ചുടണം, കറി വയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ ഇന്നെനിക്ക് ഉറങ്ങുകയും കൂടെ ചെയ്യാം. അല്ല, ഇന്നലെ നാളെ എനിക്ക് അതെ, ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങുകയും കൂടെ ചെയ്യില്ല. അപ്പം ഞാൻ ആദ്യമേ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് റീക്കാടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി, എന്നെ വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നൊരു ദിവസം ഉറങ്ങണമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. കാരണം ഇനി എനിക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നേ ടോപ്പിങ്സും കൂടെ ചെയ്യണം. ടോപ്പിങ്സും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കേ. അപ്പോൾ ഈ ഇവിടെ ടോപ്പിങ്സിനായിട്ട് എൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് എടുക്കാവേ. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബ്ലൂബെറി കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ ടോപ്പിങ്സ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം വീഡിയോ എടുക്കുന്നത് ഞാൻ കൂടെ ആയത് കാരണമേ എങ്ങനെയൊക്കെയോ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് ഇതിലോട്ട് കുറച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൽമണ്ടും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാഷ്യൂ ഉണ്ടെങ്കിൽ ക്യാഷ്യൂ ആഡ് ചെയ്യാവേ. അതുപോലെ തന്നെ പഴവും വീണ്ടും ആഡ് ചെയ്തു. പിന്നെ മാംഗോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതും കൂടെ എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ടോപ്പിങ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. കാരണം മാംഗോ ഓട്ട് സ്മൂത്തി ആയത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഭംഗിയുള്ള സാധനത്തിനെ കൊണ്ടുപോയി നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്കിനി രാവിലെ ആവശ്യമുള്ളൂ, രാവിലെയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. തുറന്ന് വെക്കേണ്ട. ഇനിയിപ്പം തുറന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഫ്രിഡ്ജിലെ വേറെ സ്മെല്ലും ഇതൊക്കെ ആയാലോ, അതുകൊണ്ടാണ് അടച്ചു വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ഓട്ട് മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാല് കാച്ചണം. അതുപോലെ തന്നെ എമറിനുള്ള പാല്, ചായ ഇടണം. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനി കിച്ചണിൽ പോയി ബാക്കി പരിപാടികൾ തുടങ്ങാം. അങ്ങനെ ഞാനിതാ കിച്ചണിലെത്തിയപ്പോഴത്തേക്കുമാണ് നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചതിൻ്റെ മാങ്ങാണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വെറുതെ കളയണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങാണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വേഗം അങ്ങ് കഴിച്ച് കളയാമെന്ന്. നല്ല പുളിപ്പുണ്ടായിരുന്നു ആദ്യം കഴിച്ചപ്പോൾ, സത്യം പറഞ്ഞാൽ. പക്ഷേ ആ സ്മൂത്തി ആ ഒരിത് എല്ലാം മധുരവും പഴവും ഇതൊക്കെ ചേർന്നത് കാരണം അത്ര പുളിപ്പ് അറിഞ്ഞില്ല. നല്ല പുളിപ്പല്ല, എന്നാലും ചെറിയ രീതിയിൽ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുളിച്ച പോലെ തോന്നി. അതാണ് എൻ്റെ എക്സ്പ്രഷൻ മാറിയത്. എന്നാലും സ്മൂത്തിയിൽ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം അങ്ങനെ പുളിപ്പൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ മാങ്ങാണ്ടിയൊക്കെ കഴിച്ചിട്ട് ഇനി അടുക്കളയിൽ ചെന്ന് പണിയൊക്കെ തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ എമ്രുവിനുള്ള പാലാണ് ആദ്യം കാച്ചുന്നത്. അപ്പോൾ എമ്രു അവിടെ ഉറക്കത്തിലാണ്. ഇന്ന് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എമ്രു. ഇടയ്ക്കൊന്ന് അവൻ അങ്ങനെയാണ് ഉറങ്ങുമ്പം ഇടയ്ക്കൊന്ന് വീണ്ടും എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഉറങ്ങുമ്പോൾ തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ നടക്കാറുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് സൗണ്ട് കേട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എമ്രുകുട്ടൻ അവിടെ എഴുന്നേറ്റ് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ വാപ്പ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പ പോയി കിടന്നപ്പോഴത്തേക്കും എമ്രു അവിടെ കണ്ണും തുറന്ന് കിടപ്പുണ്ട്. എന്നിട്ട് ഞാൻ പതുക്കെ നോക്കിയിട്ട് വേഗം എസ്കേപ്പായി, കാരണം ഇല്ലെങ്കിൽ എഴുന്നേറ്റ് വരും. അപ്പോൾ ആൾ കണ്ണൊക്കെ തുറന്നതിന് ശേഷം പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങി. അവനുള്ള പാലും നമുക്കുള്ള ചായയും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കണം. ഇന്ന് സ്നാക്സായിട്ട് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ എനിക്കൊന്നും കഴിക്കാനുള്ള ഒരു മൂഡില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറും ചായ അങ്ങ് കുടിക്കാമെന്ന്. ഈവനിങ് വ്ളോഗാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു ഈവനിങ് തുടങ്ങുന്നത് തന്നെ നമ്മൾ ചായയിലാണല്ലോ. അതാണ് എൻ്റെ വ്ളോഗിലേക്ക് കൂടുതലും ഈ ചായ. കാരണം എൻ്റെ ഈവനിങ് ചായയാണ്. എൻ്റെ ഹസ്ബൻഡിനും ചായ വേണം, എനിക്കും. ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ നിർത്തിയതാണ്. ഇപ്പോൾ വീണ്ടും ചായയോട് രാവിലെയും രാത്രിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ചായ ഇല്ലാതെ ഇപ്പോൾ വീണ്ടും പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ടീ ലവേഴ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ ടീ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ചായ ഇല്ലാതെ പറ്റുമോ ഇല്ലയോ, ചായ കൂടി നിർത്താൻ നിങ്ങൾ നോക്കാറുണ്ടോ എന്നുള്ളതൊക്കെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എമ്രു ഉറങ്ങുന്നത് കാരണം ഞാൻ നല്ല സമാധാനത്തിൽ ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് ചായ എടുത്ത് ആസ്വദിച്ചൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം എന്താണ് നമ്മുടെ ഈവനിങ് ഉള്ള സൂര്യനൊക്കെ പോയിട്ട്, സൂര്യൻ ചേട്ടൻ പോയിട്ട് ചന്ദ്രൻ ചേട്ടൻ വന്നു എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല ആക്ച്വലി. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയോളൂ. അപ്പോൾ ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ സൂര്യൻ ചേട്ടൻ പോവും, എന്നിട്ട് ചന്ദ്രൻ ചേട്ടനൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എമ്രു ഉറങ്ങിയല്ലേ, ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ജോലികളൊക്കെ ഒതുക്കി ഞാൻ ചെന്ന് നോക്കിയപ്പോഴും എമ്രു അതാ സുഖ ഉറക്കം. ഞാൻ എത്ര മണിക്ക് ഉറക്കിയതാണ്, അവനെ 3:30 ഉറക്കിയതാണ്. 8 മണിയൊക്കെ ആവാറായിട്ട് ഇടയ്ക്ക് എഴുന്നേറ്റു. ഇന്നെന്താണെന്ന് അറിയില്ല, കൂടുതൽ ഉറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നേരമൊന്നും ഉറങ്ങൂല. ഒരു 3:30 ഉറങ്ങി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും അവ എഴുന്നേൽക്കുന്നതാണ്. എന്തായാലും ഉറങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ രാത്രി എന്തായാലും ആശ എഴുന്നേറ്റിരിക്കുന്നു കൺഫേം ആണ്. നല്ല ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല നെച്ചോറൊക്കെ ഉണ്ടാക്കി. തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഇന്ന് ഫ്രൈ ചെയ്തു. അപ്പോൾ അത് ഹസ്ബൻഡിന് ഡിന്നറായിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഭയങ്കര വർക്ക് ലൈഫിൻ്റെ സ്ട്രെസ്സിലാണ്, അങ്ങനെ ഫോം വിളിയും കാര്യങ്ങളും. അപ്പോൾ എമ്രു അതാ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ എമ്രുവിന് നേരത്തെ തന്നെ ഞാൻ പാല് കാച്ചി വെച്ചുകൊണ്ട് അതൊക്കെ കൊടുത്തു. എന്നിട്ട് അവനുള്ള ദോശയാണ് ചുട്ടു കൊടുക്കുന്നത്, ഗീ ദോശയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്കും എമ്രു ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ അവിടെ ഹസ്ബൻഡും കഴിക്കുന്നുണ്ട്, എമ്രുവും കഴിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാനും കഴിച്ചതിന് ശേഷം ഞാൻ വേഗം പോയി റെഡിയായി. നമുക്കിനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പഞ്ചസാരയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല തീരെ ഇല്ല, ഇനിയിപ്പോൾ മേടിച്ചാലേ ചായയിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ റൂമിൽ റെഡിയാവുന്ന സമയം എമ്രു വന്ന് എത്തി നോക്കുന്നത്. എമ്രുവിനിപ്പോൾ വാക്യൂം ഭയങ്കര പേടിയാണ്. ഈ റൂമിൽ വാക്യൂം ഉണ്ട്, അതുകൊണ്ട് കയറി വരാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കള്ളായി ഈ ടേബിളിലിരുന്ന് എൻ്റെ സൺസ്ക്രീനും അടിച്ചുകൊണ്ട് പോയാൽ പെട്ടെന്ന് കണ്ടപ്പോൾ അതും എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഇവനെ പേടിപ്പിക്കാനും നമ്മൾ വാക്യൂമാണ് ഉപയോഗിക്കാറുള്ളത്. ഭയങ്കര പേടിയാണ് വാക്യൂം. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ച് ഞങ്ങളടുത്ത് ഓടി വരും. അങ്ങനെ ഞങ്ങൾ അൽക്കോർ മാളിലെത്തി. ഇവിടെ വന്ന് ലുലുവിൽ വന്ന് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഒരു അൽക്കോർ മാൾ ഉള്ളതുകൊണ്ട് കൊള്ളാം, പെട്ടെന്ന് നമുക്ക് ബോറടിച്ചാലും മാളിൽ വരാമല്ലോ ഇവനെയും കൊണ്ട്. അങ്ങനെ ഷുഗർ, പിന്നെ ദോശമാവ്, പാല്, ചപ്പാത്തി, പിന്നെ ഗ്രീക്ക് യോഗേർട്ട്, അതിപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എമ്രുവും കൂടെ കഴിക്കും. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എമ്രു ആണെങ്കിൽ എന്നെ ചേർന്നിരിപ്പുണ്ടേ, നല്ല സുഖമുണ്ട്. ഞാനിങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. അവൻ്റെ തപ്പൊട് കവള് എൻ്റെ കവളിൽ തട്ടിയിരിക്കണമെന്ന് ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഭയങ്കര അലുവാണ്. ഇപ്പോൾ കാറിൽ കയറിയാൽ ഇരിക്കൂല, ഫ്രണ്ടിൽ പോകണം അവന്. അങ്ങനെ കരച്ചിലും ബഹളമാണ്. ഇപ്പം ഒരിടത്തും കൊണ്ടുപോകാൻ കൊള്ളൂല, ആ അവസ്ഥയായി മാറിയിട്ടുണ്ട്.
അങ്ങനെ പിന്നെ വീടെത്തിയപ്പോഴത്തേക്കും എമറിനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ റീക്കാൻ എന്നാൽ പിന്നെ ഫ്രണ്ടിലിരുത്ത് എന്ന് പറഞ്ഞ് അവൻ ഫ്രണ്ടിലിരുന്ന് കളിക്കുകയാണ്. ഇപ്പോൾ പിന്നെ കാർ ഓണാക്കാനും ഓഫ് ചെയ്യാനൊക്കെ അറിയാം. അങ്ങനെ അലിമ്പ് തുടങ്ങിയിട്ട് റീക്ക പറഞ്ഞു മതി വാ നമുക്കിനി വീട്ടിൽ പോവാം, ഇവനിനി ഇരുത്തണ്ടെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലോട്ട് കയറി. കാറ് അവിടെ ബേസ്മെൻറ്റിൽ ലൈറ്റ് എന്തോ പോയെന്ന് തോന്നുള്ളൂ, അതാണ് ഇരുട്ടായിട്ട് കിടക്കുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാവേ. രാത്രി ആയിട്ടുണ്ട്, ഇനി പോയി കിടന്ന് ഉറങ്ങണം, ഇവനെ ഉറക്കണം. ഇവനെ ഇന്ന് ഉറങ്ങിയത് കാരണം ഇനിയിപ്പോൾ ഉറങ്ങുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.